ഹായ് കൂട്ടുകാരെ, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നാടൻ സ്റ്റൈലിൽ ഒരു മീൻകറി വെക്കാൻ പോവാണ്. അത് നിങ്ങളെ കാണിച്ചു തരാം. ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുമ്പോൾ അതിന് കറിക്ക് വേണ്ട മസാലകൾ എടുത്ത് വെച്ചു. കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് കായപ്പൊടി ചേർക്കും. അത് ലാസ്റ്റ് നമ്മൾ കറിയൊക്കെ അരപ്പ് ചേർത്ത് ഇളക്കുമ്പോൾ ചേർത്താൽ മതി. അങ്ങനെ ഞാൻ കടുക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം അതൊന്ന് പൊട്ടി വരണം. പൊട്ടി വന്ന ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ഞാനിവിടെ കറി വെക്കുന്നത്. അങ്ങനെ കരിയാപ്പില ഇട്ട് ചേർത്ത് കൊടുത്തു. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കുന്നവർക്ക് പേസ്റ്റ് ആക്കാം. ഞാൻ പിന്നെ ചതച്ച് ചേർക്കുന്നതുകൊണ്ട് ചതച്ച് ചേർത്തു. അങ്ങനെ മീന് മുള്ളും ദശയുമുണ്ട്. അപ്പോൾ അത് ഒന്നിച്ച് കറി വെക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അത് വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. ഇതാണ് ആ മീന്. അപ്പോൾ അങ്ങനെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ വഴറ്റി കൊടുത്തു. വഴറ്റി നല്ലപോലെ ചെറുതീരുന്ന് മൂത്ത് വരണം. മൂത്ത് വന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് ആ ചെറുതീയിലിരുന്ന് വേണം നമ്മൾ ഈ മസാല നല്ലപോലെ വഴറ്റിയെടുക്കാൻ. ആ പച്ചപ്പൊടി ആയതുകൊണ്ട് നമ്മളത് വറുത്തെടുക്കുമ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക ഒരു കളറാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ നല്ലപോലെ അരപ്പൊക്കെ നല്ലപോലെ വഴറ്റി വന്ന് ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ പുളി ഇട്ട് കൊടുക്കും. പുളി ഇട്ട് കൊടുത്തിട്ട് കുടംപുളി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. വേണമെങ്കിൽ ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വഴറ്റിയിട്ടുണ്ട്. പുളി, ഉപ്പും മസാലയും എല്ലാം കൂടെ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യമായ കറിക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇളക്കി ഈ അരപ്പെല്ലാം കൂടെ ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കിയ ശേഷം കുറേശ്ശെ വേണം മീനിട്ട് കൊടുക്കാൻ. പതുക്കെ കുറേശ്ശെ മീനിട്ട് കൊടുത്തു. ആ കഷ്ണം വേകാനുള്ള വെള്ളം വേണം വെക്കണം. അതിൻ്റെ മീനിൻ്റെ മീതെ നിൽക്കണം വെള്ളം. നമ്മൾക്ക് ഗ്രേവിക്ക് ആവശ്യം എപ്പോഴും വേകണ്ടേ, കഷ്ണം വേകണം. അതുകൊണ്ട് എപ്പോഴും മീൻ കഷ്ണത്തിൻ്റെ മുകളിൽ നിൽക്കണം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം. അരമണിക്കൂർ ഇരുന്ന് കഷ്ണങ്ങൾ അവിടെ ഇരുന്ന് വേകണം. ഉപ്പും പുളിയും നേരത്തെ ചേർത്തത് കൊണ്ട് ഇനി ചേർക്കേണ്ട. ആവശ്യമെങ്കിൽ കുറച്ച് ചേർക്കാം. പിന്നെ ഞാൻ കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിയാപ്പില ഒന്നുകൂടെ ആ കറിക്ക് ഒരു ടേസ്റ്റാണ്. നമ്മൾ കരിയാപ്പില ഇട്ട് കൊടുക്കുക. അങ്ങനെ 25 മിനിറ്റ് വെച്ചു. അങ്ങനെ സ്വാദിഷ്ടമായ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഒരു നാടൻ സ്റ്റൈലിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് മീൻകറി. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പമാണ്. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ പിന്നെ വരാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.